ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി സ്പൂൺ പഴം പൊരിയാണ്. നമുക്കതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇതാ ഞാൻ 5 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നാടൻ നേന്ത്രപ്പഴമാണ്. അപ്പോൾ നിങ്ങൾ നല്ല വണ്ണമുള്ള വലിയ പഴം എടുക്കുകയാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി. ഇനി നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഴം എടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം. എന്നിട്ട് ഇത് ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നല്ലവണ്ണം ഉടച്ചെടുക്കണം. ഇത് മിക്സിയിലൊന്നും ഇട്ട് അടിച്ചെടുക്കരുത് കേട്ടോ. ഇതിലോട്ട് 5 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ, പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പഴം ഒന്നും കൂടെ ലൂസാവും. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കും. ഇതിൽ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ലവണ്ണം ഉടച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടിയും പിന്നെ ഒരു പിഞ്ച് ഉപ്പുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണ് പഴം എടുക്കുന്നത് അതനുസരിച്ച് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഒന്നും കൂടെ സ്പൂൺ വെച്ച് മിക്സാക്കി എടുക്കണം. ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ് കേട്ടോ. അപ്പോൾ കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് മൈദാപ്പൊടിയോ അതല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ. കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ലത്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിയായി കിട്ടുന്നത് ഇത് ചേർക്കുമ്പോഴാണ്. എന്നിട്ട് ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. ആദ്യം ഒരു പകുതി ചേർത്ത് കൊടുത്ത് മിക്സാക്കിയതിന് ശേഷം പിന്നെ പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. അപ്പോൾ പാല് സ്പൂണിൽ കോരി ഒഴിച്ച് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇതിലോട്ടൊരു 1/4 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ആദ്യം ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത്. ആദ്യം പകുതി ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം ബാക്കി ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് എണ്ണയിലേക്ക് ഇതുപോലെ കോരി ഒഴിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ലൂസ് കൂടി പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ കോൺഫ്ലോർ ഇട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇത് സ്പൂണ് കൊണ്ട് കോരി ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലവണ്ണം ചൂടായതിന് ശേഷം ഇതുപോലെ സ്പൂണ് കൊണ്ട് കോരി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ അതിൻ്റെ ഉൾവശമൊക്കെ വെന്ത് കിട്ടുകയുള്ളൂ. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇത്. അപ്പോൾ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നോമ്പിൻ്റെ സമയത്ത് ഇതൊരു ഇഫ്താർ സ്നാക്സ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് തിരിച്ചു മറിച്ചുമിട്ട് ഗോൾഡൻ കളറായി തുടങ്ങിയാൽ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി എല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടും. നല്ലൊരു ഹെൽത്തി സ്നാക്സ് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റും പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.